പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 93-ാം സങ്കീർത്തന അതിൻ്റെ 1, 2, 3 വാക്യത്തിൽ കർത്താവ് പറയുന്നു, നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ആകാശത്തോളം വലുതായാലും ആ പ്രശ്നത്തിന്മേൽ കർത്താവിന് വിടുതൽ തരാൻ സാധിക്കും. നിങ്ങളെപ്പോഴും ആ ദൈവത്തെ സ്തുതിക്കുക. അന്യഭാഷ കിട്ടിയിട്ടുള്ളവർ അന്യഭാഷ സ്തുതിക്കുക, അല്ലെങ്കിൽ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്ന് നിങ്ങൾ സ്തുതിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവിനോട് നിങ്ങളുടെ വിഷയത്തിന്മേൽ. ഞാൻ നിങ്ങളോട് ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് രോഗം വന്നാലും, അത് കടമായാലും അല്ലെങ്കിൽ രോഗമായാലും മറ്റെന്ത് പ്രശ്നം വന്നാലും, ഒരു സുനാമിയേക്കാൾ വലിയ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും കർത്താവിനെ നിങ്ങളെ ആ പ്രശ്നത്തിൽ നിന്നും വിടുവിക്കാൻ സാധിക്കും. ആമേൻ, ആമേൻ. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കർത്താവായ യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രോഗം വന്നാൽ അത് മരുന്നില്ലാത്ത രോഗമാകട്ടെ, ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗമാകട്ടെ, അല്ലെങ്കിൽ അത് എന്ത് രോഗമാണ് എന്ന് ഇതുവരെയും ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗമായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ആ പ്രതിസന്ധിയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങളുടെ മേലുള്ള ആ രോഗബാധയെ നീക്കാൻ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ നിന്നും ആ രോഗം എന്നേക്കുമായി മാറിപ്പോകും. ഉള്ള കാലം മുഴുവൻ ആ രോഗത്തിൽ അടിമയായി നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ആ കടബാധ്യത നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോകാൻ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഭവനമില്ലയോ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഈ തൊഴിലില്ലായ്മ കാരണം കഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു മേഖലയിൽ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങൾ ചിലപ്പോൾ പറയും, എനിക്ക് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ജോലിയെ കിട്ടത്തുള്ളൂ എന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ അത് നിങ്ങളുടെ ഒരു മൈൻഡാണ്. മനസ്സിലായോ? നിങ്ങളുടെ ഒരു മൈൻഡാണ്. എനിക്ക് ഇത്ര വിദ്യാഭ്യാസമേ ഉള്ളൂ, അല്ലെ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ജോലിയെ കിട്ടത്തുള്ളൂ എന്നത് നിങ്ങളുടെ ഒരു തോന്നലാണ്. എന്നാൽ കർത്താവിന് അങ്ങനെയൊന്നുമില്ല. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിൽ, 10ാം ക്ലാസ് തോറ്റ വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ലെവലിൽ കർത്താവ് നിങ്ങളെ കൊണ്ടെത്തിക്കും. മനസ്സിലാക്കുക. കാരണം മനുഷ്യനാണ് വിദ്യാഭ്യാസം ആവശ്യം, കർത്താവിന് വിദ്യാഭ്യാസം ആവശ്യമില്ല. തന്നെ സ്നേഹിക്കുന്നവനെ അവനോളം വളർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമായ കർത്താവായ യേശു. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആകാശത്തോളം അല്ലെങ്കിൽ ഒരു സുനാമിയോളം ഉയരത്തിൽ വലിയ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ആ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നോക്കി പകച്ചു നിൽക്കാണ്ട്, എന്തു ചെയ്യും, ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കും എന്ന് ചിന്തിച്ച് നിൽക്കാണ്ട്, നിങ്ങൾ കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും, എത്ര വലിയ ഭീകരമായാലും, ആ പ്രശ്നത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിക്കും. ആമേൻ. മരുന്നില്ലാത്ത രോഗമാണ്, അതുകൊണ്ട് ഉള്ള കാലം മുഴുവൻ ഞാൻ ഈ രോഗത്തിന് അടിമയായി ജീവിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ രോഗത്തിന്മേൽ വിടുതൽ തരാൻ കർത്താവിന് കഴിയും. എൻ്റെ ദൈവമേ, എനിക്ക് ഇത്രയും വലിയ കടമുണ്ടല്ലോ, ഞാൻ ഇതെങ്ങനെ വീട്ടും എന്ന് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ കടങ്ങൾക്ക് മേൽ ഒരു വിടുതൽ തരാൻ കർത്താവിന് കഴിയും. നിങ്ങൾക്ക് തൊഴിലില്ലെങ്കിൽ ഞാനിനി എന്ത് ചെയ്യും, തൊഴിലില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നിങ്ങൾക്ക് തൊഴിൽപരമായി സഹായിക്കും. നിങ്ങൾ ദാരിദ്ര്യാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ, ആ ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക് മാറ്റാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നം ഉണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം കർത്താവായ യേശു കരുണയും സ്നേഹവും മനസ്സലിവും മഹാദയയും ഉള്ള ദൈവമാണ്. തന്നെ ആശ്രയിക്കുന്നവനെ കൈവിടുന്നൊരു സ്വഭാവം കർത്താവിനില്ലേ. ലോകത്തിലെ സകല സൃഷ്ടികളെയും അവൻ സ്നേഹിക്കുകയും കരുതുകയും പോറ്റുകയും ചെയ്യുന്നു. അപ്പോൾ അവനെ ആശ്രയിക്കുകയും അവനോട് യാചിക്കുകയും ചെയ്ത് നിങ്ങളെ എത്രയധികമായിരിക്കും അവൻ സ്നേഹിക്കുക. ആമേൻ. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.